ബസ്സിൽ യാത്ര ചെയ്യാത്ത മലയാളികൾ ഒരുപക്ഷെ കുറവായിരിക്കും. അതുപോലെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ബസ് കാത്തുനിന്ന് മടുക്കുന്ന അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെ. അത്തരത്തിൽ വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി ബസ് കാത്തുനിന്ന് മടുത്ത ഒരു യുവാവ് ചെയ്ത കടുങ്കൈയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. സാധാരണയായി ഏറെ നേരം ബസ് കാത്തുനിന്നിട്ടും വന്നില്ല എങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ കിട്ടിയ വണ്ടിക്ക് കൈ കാണിച്ചോ ഒക്കെയാണ് പോകാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുനലൂരിൽ ഒരു യുവാവ് ചെയ്ത പണി നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. തെന്മല ഒഴുകുന്ന് സ്വദേശി ബിനീഷ് തന്റെ വീട്ടിലേക്ക് പോകാനായാണ് രാത്രി പുനലൂർ KSRTC ഡിപ്പോയിലേക്ക് എത്തുന്നത്. ബിനീഷ് ഒരു ലോറി ഡ്രൈവർ കൂടിയാണ്. പണിയൊക്കെ കഴിഞ്ഞ് രാത്രി 2 എണ്ണം വീശിയിട്ട് തന്നെയാണ് ബിനീഷ് അവിടേക്ക് എത്തിയിരുന്നത്. തുടർന്ന് ഏറെ നേരം ബിനീഷ് അവിടെ കാത്തുനിന്നെങ്കിലും പക്ഷേ ബസ് വന്നില്ല. ഒടുവിൽ കാത്തുനിന്ന് ക്ഷമ നശിച്ച ബിനീഷ് അപ്പോഴാണ് ഡിപ്പോയ്ക്ക് സമീപത്തായി ദേശീയ പാതയോരത്ത് ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നതായി കാണുന്നത്. സംഭവം പിറ്റേന്ന് രാവിലെ എടുക്കാനുള്ള ഒരു ഓർഡിനറി KSRTC ബസ്സായിരുന്നു അത്. അടിച്ച സാധനത്തിന്റെ പവർ കൊണ്ട് ബിനീഷിന് ഒരുപക്ഷെ അത് തന്റെ ലോറിയാണെന്ന് തോന്നിക്കാണും. തുടർന്ന് ബിനീഷ് അതിനകത്ത് കയറി നോക്കിയപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബസ്സിലാണെങ്കിൽ ചാവിയും ഇരിക്കുന്നുണ്ട്. ബിനീഷ് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ബസ്സുമെടുത്ത് വീട്ടിലേക്ക് പിടിപ്പിച്ചു. രാവിലെ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടാൽ പ്രശ്നം തീരുമല്ലോ എന്ന് കരുതി കാണും. ഈ ഭാഗത്ത് വെളിച്ചക്കുറവും ആളുകൾ ഇല്ലാതിരുന്നത് മൂലവും ബിനീഷ് വണ്ടിയെടുത്തു പോയത് അവിടെയുള്ള ആരും ശ്രദ്ധിച്ചതുമില്ല. എന്തായാലും ബിനീഷ് ബുദ്ധിമാനാണ്. താൻ പോകുന്നത് ആരും കാണാതിരിക്കാൻ ഹെഡ്ലൈറ്റൊക്കെ ഓഫാക്കിയാണ് ബിനീഷ് പോയത്. തുടർന്ന് ബസ് TB ജംഗ്ഷനിലെത്തിയപ്പോഴാണ് ലൈറ്റിടാതെ വരുന്ന ഒരു KSRTC ബസ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പോലീസുകാർ വണ്ടിക്ക് കൈ കാണിച്ചു. പണി പാളിയെന്ന് മനസ്സിലായ ബിനീഷ് ബസ് നിർത്താതെ വഴിമാറ്റി ഐക്കരക്കോണം റോഡിലേക്ക് ഓടിച്ചുപോയി. പിന്നെ രണ്ടും കൽപ്പിച്ച് ബസ് അവിടെ നിർത്തിയിട്ട് ഓടുകയായിരുന്നു. പക്ഷേ പുറകെ എത്തിയ പോലീസ് ഇയാളെ ഓടിച്ചിട്ട് പിടികൂടുകയും ചെയ്തു. തുടർന്ന് ബസ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഏതായാലും സ്റ്റേഷൻ മാസ്റ്ററുടെ പരാതിയിൽ ബിനീഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി. ഏതായാലും ബസ് കിട്ടാത്തതുകൊണ്ട് അവിടെ കിടന്ന ഒരു ബസ്സുമെടുത്ത വീട്ടിലേക്ക് പോയ ബിനീഷ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.